തൻ്റെ പിതാവായ കെ എം മാണിയുടെ തണലിലായിരുന്നു ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ വളർച്ച അപ്പടിയും. എന്നാൽ കെ എം മാണിയുടെ മരണശേഷം തുടർച്ചയായ തിരിച്ചടികളാണ് ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കെ എം മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലം അരനൂറ്റാണ്ട് കാലത്തിന് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൈവിടുകയായിരുന്നു. അതിനുശേഷം 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും ഇവിടെ മാണി സി കാപ്പനോട് 15,000-ലധികം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. സംസ്ഥാനത്തെമ്പാടും ശക്തമായ ഇടതു തരംഗം ആഞ്ഞടിച്ച വേളയിലായിരുന്നു ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഈ കനത്ത പരാജയം സ്വന്തം തട്ടകമായ പാലായിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. സമീപകാല രാഷ്ട്രീയ നീക്കങ്ങളിൽ ജോസ് കെ മാണിക്ക് ഏറ്റവും അധികം തിരിച്ചടിയുണ്ടാക്കിയ വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കെ UDFിലേക്ക് ചേക്കേറുവാൻ അദ്ദേഹം നടത്തിയ രഹസ്യ നീക്കങ്ങളാണ്. ഈ രഹസ്യ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് സഭാ നേതാക്കളുടെ മധ്യസ്ഥതയിൽ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉന്നത നേതൃത്വവുമായി അവസാന റൗണ്ട് ചർച്ചകൾ വരെ പൂർത്തിയായിരുന്നതാണ്. എന്നാൽ വിവരം മണത്തറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പ്രതിനിധിയായ മന്ത്രിസഭയിലെ അംഗമായ റോഷി അഗസ്റ്റിനെ മുന്നിൽ നിർത്തി ജോസിൻ്റെ നീക്കങ്ങൾ പൊളിക്കുകയായിരുന്നു. ജോസ് UDFിലേക്ക് ചേക്കേറുവാൻ ശ്രമിച്ചാൽ പാർട്ടി നെടുകെ പിളർത്തുമെന്ന ഭീഷണിയും മന്ത്രി റോഷി അഗസ്റ്റിനെ തന്നെ പാലായിൽ ജോസ് കെ മാണിയുടെ എതിരാളിയായി സ്ഥാനാർത്ഥിയാക്കുമെന്ന മുന്നറിയിപ്പുമാണ് പിണറായിയുടെ ക്യാമ്പിൽ നിന്ന് ജോസ് കെ മാണിക്ക് ലഭിച്ചതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ അണിയറ സംസാരങ്ങൾ. ഏതൊക്കെയാണെങ്കിലും ഇത്ര ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഗുരുതരമായ എതിർപ്പുകളും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മുന്നണി മാറ്റ നീക്കത്തിൽ നിന്ന് ജോസ് ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു. താൻ ഒരിക്കൽ പോലും ഇത്തരമൊരു ആലോചന നടത്തിയിട്ടില്ല എന്നും ഇടതുമുന്നണിയിൽ പൂർണ്ണ സംതൃപ്തരാണെന്നും ജോസ് കെ മാണി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചു പറയേണ്ട സാഹചര്യവും ഇതോടുകൂടി സംജാതമായി. ഏതൊക്കെയാണെങ്കിലും ഇടതുമുന്നണിയിൽ നിന്ന് UDFിലേക്ക് ചേക്കേറുവാനുള്ള ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ അത്രയും തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാകുവാനുള്ള അത്യാർത്ഥി മൂലമായിരുന്നു എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇടതുമുന്നണിയിൽ തങ്ങൾക്കുള്ള വിലപേശൽ ശക്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തോടുകൂടി ഇല്ലാതായി എന്ന തിരിച്ചറിവ് ജോസ് കെ മാണിയെ മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. 1000-ലധികം സീറ്റുകളാണ് ഇടതുമുന്നണിയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിലപേശിക്കൊണ്ട് ജോസ് കെ മാണി വിഭാഗം നേടിയെടുത്തത്. എന്നാൽ ഇതിൽ 200-ൽ പരം സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത്. സ്വന്തം തട്ടകമായ പാലായിലും കടുത്തുരുത്തിയിലുമടക്കം ജോസ് കെ മാണി വിഭാഗം കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണിയുടെയോ കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ അണികൾ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ വിശ്വസിക്കുന്നില്ല എന്നും അയാൾ ഏതു പാളയത്തിൽ നിന്നാലും കൂടെയുള്ളവർ തന്നെ കാലുവാരുമെന്നും വ്യക്തമാക്കുന്ന നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജോസ് കെ മാണിയെ CPM തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായാൽ കാലുവാരി തോൽപ്പിക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നതും കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളെ അപ്പാടെ അമ്പരപ്പിച്ചിരിക്കുന്നതും. ഈ ശബ്ദരേഖ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടേതാണ്. ജോസിൻ്റെ മുന്നണി മാറ്റ നീക്കങ്ങൾ പൊളിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിനാണെന്നും റോഷി അഗസ്റ്റിനെ തങ്ങൾ എന്തു വില കൊടുത്തും പിന്തുണയ്ക്കണമെന്നും റോഷിയുടെ വിജയം ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്തം CPMനുണ്ടെന്നുമാണ് CV വർഗീസ് എന്ന CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഈ ശബ്ദരേഖയിൽ പറയുന്നത്. പാർട്ടി പ്രവർത്തകരോട് പാർട്ടി യോഗത്തിൽ CV വർഗീസ് സംസാരിച്ച ആ ശബ്ദരേഖ നമുക്കൊന്ന് കേട്ടുനോക്കാം. ആ നിലപാട് ഞാൻ പറയും. ഇപ്പൊ കേരള കോൺഗ്രസുമായി നമുക്ക് എന്താ വ്യക്തിബന്ധം? ഇപ്പൊ കേരള കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നം വന്നു. റോഷി ശരിയായ നിലപാട് റോഷിക്ക് എടുക്കാനുള്ള പിൻബലം റോഷിക്കാരെ കൊടുത്ത് ഒരു ബൂർഷ പാർട്ടി എന്ന രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സ് വരാത്തതിലേക്ക് റോഷിയെ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റിയില്ലേ? പറ്റിയ അതല്ലേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം? ശരിയല്ലേ? അല്ലെ അതിന് ശരിയായ കേരള കോൺഗ്രസിനകത്ത് വരുന്ന ഭിന്നാഭിപ്രായം ചാഞ്ഞും നിലപാടെടുത്തെങ്കിൽ കേരള രാഷ്ട്രീയം ഉണ്ടാവോ? അപ്പൊ നമുക്ക് അത്രയും ചില നമ്മുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ ശത്രുക്കളോടാണ്. രാഷ്ട്രീയമാണെങ്കിലും അപ്പൊ നമുക്കെല്ലാം വായിച്ചേന ഇനി ഏത് വിലയെയും റോഷിയെ ജയിപ്പിച്ച് അടങ്ങുമെന്നുള്ളതിലേക്ക് നമ്മുടെ സാറിൽ എത്തിയിട്ടില്ലേ? അത് എത്തിയില്ല. അത് എത്തിയാത്തന്മാരാ മൂലവട്ടംകാരും മറക്കവന്മാരും പലരും അതിലേക്ക് എത്തണം. CV വർഗീസിൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ജോസ് കെ മാണി തങ്ങളെ ചതിക്കുവാൻ നീക്കം നടത്തിയെന്ന് CPMന് കൃത്യമായി തിരിച്ചറിവുണ്ട്. അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനാണ് ഈ നീക്കത്തിൽ നിന്ന് ജോസിനെ പിന്തിരിപ്പിക്കുവാൻ തങ്ങൾക്ക് അനുകൂലമായി നിന്നത് എന്ന ഒരു ഐക്യദാർഢ്യവും CV വർഗീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും റോഷിയെ വിജയിപ്പിക്കണം എന്ന് പറയുന്ന CV വർഗീസിൻ്റെ വാക്കുകളിൽ നിന്ന് CPM അണികൾ വായിച്ചെടുക്കുന്നത് മറ്റൊന്നാണ്. എന്തു വില കൊടുത്തും ജോസിനെ പരാജയപ്പെടുത്തണം എന്ന പാർട്ടിയുടെ കൃത്യമായ ആശയം CV വർഗീസ് ഈ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2021 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിക്ക് പ്രതികൂലമായത് CPMൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു ചതിയായിരുന്നു.
2026-ലും സമാനമായ ഒരു ചരിത്രം ആവർത്തിക്കപ്പെടും എന്നുള്ള സൂചനയാണ് CPM-ൻ്റെ തന്നെ പ്രധാന നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയെ പോലും വിജയിപ്പിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിലവിൽ അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ജോസ് കെ മാണി അതിനാൽ തന്നെയാണ് UDF-ലേക്ക് ചേക്കേറുവാനും അധികാരത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുവാനും പറ്റുമെങ്കിൽ മന്ത്രിയാകുവാനുമെല്ലാം ആഗ്രഹിച്ചത്. എന്നാൽ ജോസിൻ്റെ ഈ നീക്കങ്ങൾക്ക് പ്രധാനമായും 3 MLA-മാരാണ് തടയിട്ടത്. റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ റാന്നി MLA ആയ പ്രമോദ് നാരായണനും കാഞ്ഞിരപ്പള്ളി MLA ആയ N ജയരാജും ജോസ് കെ മാണിക്കെതിരായി നിലപാടെടുത്തപ്പോൾ പാർട്ടി പിളരുമെന്നും പാർട്ടിയുടെ ചിഹ്നമായ 2-ലെയും പാർട്ടി ഓഫീസും അടക്കം തനിക്ക് നഷ്ടമായി പോകുമെന്നുമുള്ള പേടിയിലാണ് ജോസ് കെ മാണി ഈ നീക്കങ്ങൾ ഉപേക്ഷിച്ചതും ഗത്യന്തരമില്ലാതെ ഇടതുമുന്നണിയിൽ തുടരുവാൻ തീരുമാനിച്ചതും. എന്നാൽ ജോസിൻ്റെ ഈ നീക്കങ്ങളോട് യോജിപ്പില്ലാതെ UDF-ലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ള കർശന നിലപാടായി ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ഈ ഘട്ടത്തിലും നിലകൊള്ളുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം ജോസ് കെ മാണിക്കെതിരെയും ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ തുടരുവാനുള്ള നീക്കത്തിനെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. CPM-ൻ്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് കാലുവാരൽ നേരിടേണ്ടി വന്നു എന്ന ആക്ഷേപം ജോസ് വിഭാഗത്തിലെ പ്രാദേശിക നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റ് ഗത്യന്തരങ്ങളില്ലാതെ CPM-ൽ തുടരുവാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുവാനുള്ള സാധ്യതകളും വിരളമാകുകയാണ്. കാരണം പാലായിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി ഇല്ലാതാകുമെന്നും പാല എന്ന തട്ടകത്തിൽ ഒരിക്കൽ പോലും തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത വിധം തങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നും ജോസ് കെ മാണി തിരിച്ചറിയുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് അല്ലാതെ മറ്റൊരു നേതാവ് പാലായിൽ മത്സരിച്ചാൽ ഷോൺ ജോർജിനും പിന്നിൽ 3-ാം സ്ഥാനത്തേക്ക് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് പ്രതിനിധി പിന്തള്ളപ്പെടുവാനുള്ള സാധ്യതയും അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണി വെറുമൊരു കാവൽ ചെയർമാനാണ് എന്നുകൂടി പറയേണ്ടി വരും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണികൾക്ക് ഇപ്പോൾ ഏറെ സ്വീകാര്യതയുള്ള നേതാവ് റോഷി അഗസ്റ്റിൻ തന്നെയാണ്. എന്നാൽ UDF-ലേക്ക് ചേക്കേറിയാൽ തനിക്കൊരു മന്ത്രിപദവി ഒരിക്കലും ലഭിക്കുകയില്ല എന്നും ജോസ് കെ മാണിയുടെ കീഴിൽ പാർട്ടി എന്നേക്കുമായി തളയ്ക്കപ്പെടുമെന്നുള്ള റോഷിയുടെ തിരിച്ചറിവാണ് രാഷ്ട്രീയ വെല്ലുവിളികൾ ഉള്ളപ്പോൾ പോലും ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ജോസ് കെ മാണിയുടെ പ്രതീക്ഷ മറ്റൊന്നാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന പാർട്ടി MLA-മാരെല്ലാം പരാജയപ്പെട്ടാൽ പാർട്ടിയുടെ ഏക പാർലമെൻ്ററി പ്രതിനിധി എന്ന് പറയുന്നത് താനായിരിക്കുമെന്ന ആശ്വാസത്തിലായിരിക്കാം അദ്ദേഹം ഇപ്പോൾ തുടരുന്നത്. രാജ്യസഭാ MP എന്ന നിലയിൽ ജോസ് കെ മാണിയുടെ കാലാവധി 2030 വരെയുണ്ട്. അതിനാൽ തന്നെ 2031-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണിയുടെ ഭാഗമായോ വലതുമുന്നണിയുടെ ഭാഗമായോ വേണമെങ്കിൽ NDA-യുടെ ഭാഗമായോ നിലകൊള്ളുവാനുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം ജോസ് കെ മാണിക്ക് ഈ ഘട്ടത്തിൽ കൈവരികയും ചെയ്യും. സ്വന്തം പാർട്ടിയിലെ MLA-മാരെല്ലാം തോൽക്കണമെന്നും അത്തരത്തിൽ പാർട്ടി തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്നുമുള്ള രാഷ്ട്രീയ ചിന്തയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു ഗതികേടിലേക്ക് ജോസ് കെ മാണിയെ നയിക്കുന്നതാണ് ഇന്നത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്നുള്ളത് മാണി ഗ്രൂപ്പിനെ സ്നേഹിക്കുന്ന അണികളെ പോലും ഞെട്ടിക്കുന്നുണ്ട്. ജോസ് കെ മാണി ഇടതുമുന്നണിയുടെ ഭാഗമായി നിലനിന്നുകൊണ്ട് UDF-നെ തള്ളിപ്പറഞ്ഞപ്പോൾ താൽക്കാലികമായി 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കും നേതാക്കൾക്കും നേട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയുടെ ദുർഭരണത്തിൻ്റെ ഭാഗമായതോടുകൂടി ഈ പാപഭാരം പേറേണ്ടി വരുന്ന ഗതികേടുണ്ടായതോടുകൂടി തങ്ങളുടെ പാർട്ടിയുടെ അസ്തിത്വം തന്നെ വെല്ലുവിളിക്കപ്പെടും എന്നുള്ള ഘട്ടത്തിൽ അനവധി നേതാക്കളും പ്രവർത്തകരും UDF-ലേക്ക് ചേക്കേറുവാൻ ഒരുങ്ങുകയാണ്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ കേരള നിയമസഭയിൽ ഒരു ജനപ്രതിനിധി പോലുമില്ലാത്ത കേരള കോൺഗ്രസ് ഘടകമെന്ന ചീത്തപ്പേരും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വന്നു ചേർന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏറെ വിദൂരമല്ലാതെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാകുമെന്നും ആത്യന്തികമായി ഈ പിളർപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിക്കുമെന്നുമുള്ള ആശങ്കയും അണികൾക്കിടയിൽ ശക്തമാണ്. ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിക്ക് മേൽ സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇതിനെ അതിജീവിക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ആ നേതാവിനുണ്ടോ എന്നുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.